അതിപ്രധാനമായ ഒരു ദൈവിക സന്ദേശം നിങ്ങളുമായി പങ്കുവയ്പ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന എല്ലാവർക്കും സുപരിചിതമായ വാക്കുകളാണ്: അത് ചെയ്യരുത്, മോനെ അത് പ്രവർത്തിക്കരുത്, അവിടെ പോകരുത്, നിൽക്കരുത്. ഇത് ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തിയാണ്, അല്ലേ? ഇത് ദൈവം ആഗ്രഹിക്കാത്ത ഒരു മേഖലയാണ്. നിന്നെ ഇവിടെ കാണുന്നത് അപ്പന് ഇഷ്ടമില്ല, അല്ലേ? എത്ര പേർക്ക് അങ്ങനെയുള്ള സംസാരങ്ങൾ ഓർമ്മയുണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ കൺഫ്യൂസ്ഡായി പോകുന്ന നിലവാരങ്ങൾ ഉണ്ടാകാറില്ലേ? അപ്പോഴൊക്കെ പലപ്പോഴും പ്രവാചകന്റെ അടുത്തേക്ക് പോകാം, അത് വേണോ വേണ്ടേ എന്ന് ചോദിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പ്രവാചകന്മാരെ പോയി കാണുകയും അല്ലെങ്കിൽ അഭിഷക്തന്മാരോട് ആലോചന ചോദിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് എന്നെ കേൾക്കുന്നവരെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിലൊന്നും ആലോചന ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ ആലോചന ചോദിക്കുന്നതിൻ്റെ കാര്യം? ആലോചന ചോദിക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഇഷ്ടങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ പറയുന്ന ഉപദേശം കേൾക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആലോചന കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പലവരുടെ അടുക്കിലേക്ക് പോകുന്നത്. എന്നാൽ അതൊക്കെ വിട്, ദൈവാത്മാവിനെ അനുസരിക്കാൻ തയ്യാറാകാം. ഇതിനൊരു മറുവശമുണ്ട്. നീ അവിടെ ചെല്ലണം, അവിടെ അത് പ്രവർത്തിക്കണം. നിന്നിലൂടെ ദൈവം എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, നീ അത് ചെയ്യുക, കൊടുക്കുക. ദൈവം ആഗ്രഹിക്കുന്ന സമയം വരെ അവിടെ തന്നെ പാർക്കുക എന്നൊക്കെയുള്ള ദൈവാത്മാവിൻ്റെ ഗൈഡൻസുകൾ നമ്മിൽ സംഭവിക്കാറുണ്ട്, ഇല്ലേ? നിങ്ങളോട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ തൊട്ട് ദൈവാത്മാവ് എന്ന രാത്രിവേളയിൽ ആലോചന പറയുക. അങ്ങനെ ഉണ്ടാകാറില്ലേ? പലപ്പോഴും എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാറുള്ളത്? നമ്മൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ദൈവാത്മാവിന് പലപ്പോഴും കീഴ്പ്പെടാതെ നമ്മൾ ഉദ്ദേശിച്ച, നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ നനച്ച ഡിസിഷൻ, നമ്മുടെ തീരുമാനം വല്ലവിധേനയും നടപ്പിൽ വരുത്താനാണ് പലപ്പോഴും നമ്മൾ താല്പര്യപ്പെടാറുള്ളത്. എന്നാൽ ഇന്ന് ഈ വൈകിയ വേളയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങൾ ദൈവാത്മാവിനെ അനുസരിക്കുക. ദൈവാത്മാവാണോ നിങ്ങളോട് ഇത് സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിലാരോടും നിങ്ങൾ തീരുമാനം ചോദിക്കാതിരിക്കുക. ആരുടെയും തീരുമാനം അതിന്മേൽ ചോദിക്കാതെ നീ കാലുകൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകുക. ദൈവിക പദ്ധതികളെ കുറിച്ച് മനസ്സിലായാൽ പിന്നെ അതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് നമ്മൾ ആരും തിരക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ദൈവാത്മാവിനെ നമ്മൾ അനുസരിച്ചു കഴിയുമ്പോൾ എന്തോ സംഭവിക്കും? ആത്മിക ജീവിതത്തിലും ശാരീരിക മേഖലകളിലും ആ ഭൗതിക മേഖലകളിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഏത് വിധത്തിൽ? പരിശുദ്ധാത്മാവ് ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എതിർമേഖലകളിൽ അല്ലെങ്കിൽ
ആത്മമണ്ഡലങ്ങളിൽ നിനക്കെതിരെ ദുഷ്ടനായവൻ ചില കുഴി കുഴിച്ചിട്ടുണ്ടെന്നും അനർത്ഥത്തിന്റെ തലങ്ങൾ പൈശാചിക മണ്ഡലം നിനക്കെതിരെ ആലോചന നടത്തിയിട്ടുണ്ടെന്നും നിന്നെ നിർമൂലമാക്കാൻ, ആത്മിക ജീവിതത്തെ തകർത്ത് കളയാൻ നിനക്ക് എതിരെ ദുഷ്ടൻ അതിന്റെ പ്രവർത്തികളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൊരിക്കലും നീ ആയിപ്പെട്ടു പോകരുത്, അതിലൊരിക്കലും നീ വീണു പോകരുത്, അതിലൊരിക്കലും നീ തകർന്നു പോകരുത്, ആ കുരുക്കിൽ നീ ഒരിക്കലും പെടരുത് എന്ന് വിചാരിച്ചാണ് പരിശുദ്ധാത്മാവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ദൈവശബ്ദം ദൈനംദിന ജീവിതത്തിൽ നമ്മെ കേൾപ്പിക്കുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. ആ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അതൊരിക്കലും പരാജയമല്ല, അതൊരിക്കലും തോൽവിയല്ല, അതൊരിക്കലും നഷ്ടമാവില്ല. അത് നിന്നെ നല്ലൊരു ഡെസ്റ്റിനേഷനിലേക്ക് കർത്താവ് എത്തിക്കും. ദൈവഭക്തന്മാരെ കുറിച്ച് തിരുവെഴുത്തിൽ പഠിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ യഹോവയായ ദൈവത്തെ അനുസരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ അവർ അനുസരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ദൈവിക ശുശ്രൂഷയിലും ദൈവനാമത്തിന്റെ മേഖലകളിലെല്ലാം അവർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയത്. കാലേബിനെ കുറിച്ച് നോക്കുക. സംഖ്യാപുസ്തകം 14 അധ്യായം അതിന്റെ 24 വേദവാക്യത്തിൽ നമുക്കിപ്രകാരം കാണാൻ കഴിയുന്നു: എന്റെ ദാസനായ കാലേബോ, അവന് വേറെ ഒരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്ത് ഞാൻ അവനെ എത്തിക്കും. അവന്റെ സന്തതി അത് കൈവശമാക്കും. പ്രൈസ് ഗോഡ്. വേറൊരു സ്വഭാവം കാലേബിനുണ്ടായിരുന്നു. ആ സ്വഭാവമാണ് യഹോവയായ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വേറിട്ട സ്വഭാവം. ആമേൻ, ഹല്ലേലൂയ. എത്ര പേരെ ഇന്ന് പകൽ വേളയിൽ കേൾക്കുന്നുണ്ട്? വേറൊരു സ്വഭാവത്തിന്റെ ഉടമ അത് കർത്താവിനെ അനുസരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ആ സ്വഭാവമുള്ളത് കൊണ്ട് എന്തോ സംഭവിച്ചു. അപ്പനായിരുന്ന കാലേബ് യഹോവയെ അനുസരിക്കുന്നത് കൊണ്ട് അവരോട് ദൈവം കൽപ്പിച്ച, അവരോട് കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക്, വാഗ്ദത്ത സ്ഥലത്തേക്ക് അവരെ കർത്താവ് എത്തിക്കും. 2, തന്റെ തലമുറ അത് കൈവശമാക്കും. ഇറ്റ്സ് മീൻസ് ഒരു പിതാവ് യഹോവയെ അനുസരിക്കുമ്പോൾ, ഒരു പിതാവ് ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടുകയാണ്. ആമേൻ. ഇറ്റ്സ് വണ്ടർഫുൾ. നിങ്ങളുടെ തലമുറയും കൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ തലമുറയും കൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. അവന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ അവൻ പിൻവലിച്ചു കളയും. മറിച്ച് നിങ്ങളുടെ തലമുറയ്ക്ക് അതൊരു ശാപമായി തീരുവാനും സാധ്യതയുണ്ട്. അബ്രഹാമിനെ പിടിച്ചു നോക്കുക. അബ്രഹാം എന്ന ആ ദൈവ മനുഷ്യൻ യഹോവയെ അനുസരിച്ചവനായിരുന്നു. ആ വാക്കുകളെ അനുസരിച്ചു. കാണപ്പെടാത്ത ദേശത്തേക്ക് താൻ പോകാൻ തയ്യാറായി. തന്റെ അപ്പൻ്റെതായിരിക്കുന്ന സകലവും നഷ്ടമായാലും എന്നെ വിളിച്ചെന്ന് ഉറപ്പോടുകൂടെ താൻ ഇറങ്ങി പുറപ്പെട്ടില്ലേ? യഹോവയായ ദൈവത്തെ അബ്രഹാം അനുസരിച്ചതുകൊണ്ട് അവനത് നീതിയായി കർത്താവ് കണക്കിട്ടു. യാത്രകളിലുടനീളം ദൈവിക ബ്ലെസ്സിങ്ങുകൾ തന്നോട് കൂടെ ഉണ്ടായി. പുറപ്പെട്ട സമയം മുതൽ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം വരെ, അനുഗ്രഹങ്ങളുടെ പാന്താവുകൾ വരെ, വാഗ്ദത്ത സന്തതിയെ വരെ, ഹല്ലേലൂയ, കാണുവാൻ ആ ദൈവമനുഷ്യനെ കർത്താവ് ഭാഗ്യം കൊടുത്തില്ലേ?
ഭാഗ്യം കൊടുത്തില്ലേ? അത് ഇസഹാക്കിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയില്ലേ? ഇന്ന് പകൽവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായി ഇന്ന് പകൽവേളയിൽ ഇടപെടുന്നു. നിങ്ങൾ കർത്താവിനെ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവിലൂടെ ഞാനൊരു സന്ദേശം കൈമാറട്ടെ. നിങ്ങൾ കർത്താവിനെ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവ ശബ്ദത്തെ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടത് കൽപ്പിച്ചാക്കും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് കരുതി വയ്ക്കും. ഏലിയാവ് യഹോവയായ ദൈവത്തിന്റെ ശബ്ദം കേട്ട് കെരീത് തോടിന്റെ അരികെ പോകാൻ താൻ തയ്യാറായി. തനിക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുകൾ കാക്കയിലൂടെയും കെരീത് തോടിന്റെ അനുഭവത്തിലൂടെയും യഹോവയായ ദൈവം തനിക്ക് വേണ്ടി കരുതിയില്ലേ? തനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചില്ലേ? ആ ദൈവത്തിന്റെ പദ്ധതികൾ താൻ കണ്ടില്ലേ? അനുസരിക്കാൻ ഏലിയാവ് തയ്യാറായത് കൊണ്ടല്ലേ ദൈവത്തിന്റെ കരുതലിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആ ദൈവമനുഷ്യന് കഴിഞ്ഞത്. ഒരിക്കലും അനുസരിക്കുന്നില്ല എങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ കരുതലുകൾ അനുഭവിപ്പാൻ കഴിയില്ലായിരുന്നു. എത്ര വലിയ പ്രവാചകനാണെങ്കിലും, എത്ര വലിയ വിശ്വാസിയാണെങ്കിലും, എത്ര വലിയ പാസ്റ്ററാണെങ്കിലും, കർത്താവിന്റെ ശബ്ദത്തെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അതിന്റെ അകത്ത് ഒരു വലിയ കരുതലുണ്ട്. അതിന്റെ അകത്ത് കർത്താവിന്റെ ചില പ്രവർത്തികൾ മറഞ്ഞിരിപ്പുണ്ട്. കാക്കയുടെ വരവ് നിന്നപ്പോഴും കെരീത് തോടിന്റെ വെള്ളം പറ്റിയപ്പോഴും അനുസരിച്ച നിന്നെയും എന്നെയും കർത്താവ് വെറുതെ വിടത്തില്ല. എനിക്കും നിനക്കും വേണ്ടി കർത്താവ് സാറാഫാത്ത് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ കാക്കയല്ല, അവിടെ കെരീത് തോട്ടിലെ വെള്ളമല്ല, മറിച്ച് പ്രവാചകനെ അടുത്ത ശുശ്രൂഷയുടെ തലത്തിലേക്ക് നീ കയറുകയാണ്. അനുസരിച്ച നിന്നെ ദൈവം അടുത്ത ശുശ്രൂഷയുടെ ലെവലിലോട്ട് മാറ്റുകയാണ്. എന്താണ് ആ ലെവൽ? ഒരിക്കലും വറ്റിപ്പോകാത്ത എണ്ണയുടെ വർധനവ്, ഒരിക്കലും വറ്റിപ്പോകാത്ത കാലിയാകാത്ത ഒരു ഭരണിയിലെ മാവ് തന്റെ വാക്കിനാൽ ഉണ്ടായി വരുന്നെങ്കിൽ, ഇന്ന് പകൽവേളയിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിങ്ങൾ അവന്റെ വാക്കുകളെ അനുസരിക്കാൻ തയ്യാറാകുക. എന്നാൽ കർത്താവിന്റെ ചില പ്രൊവിഷനുകൾ, കർത്താവിന്റെ ചില മാന്യതകൾ, ദൈവിക ശുശ്രൂഷയുടെ അടുത്ത ലെവലിലോട്ട് കർത്താവ് എന്നെയും നിങ്ങളെയും മാനിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഇത് മനസ്സിലാക്കി അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി വെച്ചു: പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുക, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിക്കുക. ആത്മാവിനെ അനുസരിക്കുന്ന ദൈവവൈക്കൾ ഒരിക്കലും ജഡത്തിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പ്രവർത്തിക്കുന്നവരല്ല. അവർ ദൈവാത്മാവിനെ അനുസരിക്കുന്നവരായിരിക്കും. അങ്ങനെയെങ്കിൽ ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വാക്കുകൾക്ക് ഞാൻ വിരാമിടുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി ഒത്തിരി നിങ്ങളെ ഹോണർ ചെയ്യുകയാണ്. നിങ്ങളെ ദൈവം ആദരിക്കുകയാണ്. നിങ്ങളിൽ കർത്താവിന് ഒത്തിരി ബഹുമാനമുണ്ടാകുകയാണ്. കാരണം എൻ്റെ മോൻ, എൻ്റെ മോൾ എൻ്റെ വാക്കുകളെ അനുസരിച്ചു. മാനുഷിക വാക്കുകളോ പരിഗണനകളോ ഒന്നിലേക്കും ശ്രദ്ധ തിരിക്കാതെ ദൈവാത്മാവിനെ അനുസരിച്ചതുകൊണ്ട് കർത്താവ് നമ്മിൽ ഒത്തിരി അഭിമാനം കൊള്ളും. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉറപ്പ് വർദ്ധിക്കും. ഈ കാലഘട്ടത്തിൽ കാലേബിനെ പോലെ, അബ്രഹാമിനെ പോലെ, ഏലിയാവിനെ പോലെ, ആമേൻ, പുതിയ നിയമ അപ്പോസ്തലന്മാരെ പോലെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുസരിക്കാം. ദൈവാത്മാവിനെ നമുക്ക് ഹോണർ ചെയ്യാം. അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവൻ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യില്ല, പരിശുദ്ധാത്മാവിന്റെ താല്പര്യങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുന്നവരായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങളോടാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് നിങ്ങളിലൂടെ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു എന്നാണ്
നമുക്ക് പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടാം. God bless you all in the name of Jesus. Amen. Amen. Amen.